സമരം എത്ര നീണ്ടാലും അതിർത്തിയിൽ തുടരാനൊരുങ്ങിയാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ കർഷകർ എത്തിയിരിക്കുന്നത്. സമരത്തിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കർഷകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും ഇവിടെ സൌജന്യ ഭക്ഷണമുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കർഷക നേതാക്കളുടെ നിർദ്ദേശപ്രകാരം 2 ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് ഡൽഹി ചലോ മാർച്ച്. എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി സമരത്തിന്റെ ഭാവി എന്താകുമെന്ന് വ്യക്തമാക്കുമെന്ന് കർഷക നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. അതേസമയം കർഷക നേതാക്കൾക്കെതിരെ ഇപ്പോൾ ഹരിയാന പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കാനാണ്. പൊതുമുതൽ നശിപ്പിച്ചതിനെല്ലാം കേസെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ട്വിറ്റർ ഉൾപ്പെടെയുള്ള എക്സ് ഉൾപ്പെടെയുള്ള ഹാൻഡിലുകളോട് കർഷക സമരത്തെ പിന്തുണയ്ക്കുന്ന അക്കൌണ്ടുകൾ നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. എന്തായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കർഷക സമരം തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴും എത്ര ദിവസം ഇവിടെ സമരം ചെയ്യേണ്ടി വന്നാലും ഈ സമരവുമായി തന്നെ ഇവിടെ തുടരുമെന്ന നിലപാട് തന്നെയാണ് കർഷകർക്കുള്ളത്. അതിനായി അവർ ഈ ഭക്ഷണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സൗകര്യമാണ് ലങ്കർ എന്ന് പറയുന്ന സൗജന്യ ഭക്ഷണ വിതരണമാണ് കർഷകർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ എത്തുന്ന, ഏത് സമയത്തും ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. എന്തായാലും സ്വാദിഷ്ടമായ ഭക്ഷണം അവർ തന്നെ ഇവിടെ രാവിലെ മുതൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഇതിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും മറ്റ് വസ്തുക്കളും ഇവർ ഇവിടെ ട്രക്കുകളിലായി അല്ലെങ്കിൽ ട്രാക്ടറിലെ ട്രോളികളിലായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സർ, आप हर दिन कितने लोगों के लिए खाना बनाते हो? ये 24 घंटे लंगर चल रहा है जी, कोई टाइम नहीं, अनलिमिटेड है जी, ना मर्जी छको जी। ये हो जाता है यदि आ जाता है पिंड तो बन गई। ये प्रदर्शन जितने दिन भी लगे उतने दिन के लिए सामान आपके पास है? हमारे पास 6 मंथ का सामान है हमारे पास। 13 तारीख के यहाँ पे चल रहा है लंगर। जब तक हमें आंदोलन जीतते नहीं है, जब तक लंगर यहीं पे चलता रहे। मैं सबको खाना खिला सकता है? हाँ, लंगर की सेवा लंगर भी चाहिए जाते भरती जाती है, पिंड तो लंगर बनाने हैं। അവർ പറയുന്ന 6 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ അവർ കരുതിയിട്ടുണ്ട്, ഭക്ഷണം അവർ കരുതിയിട്ടുണ്ട്. സമരം എപ്പോൾ വിജയിക്കുന്നോ അതുവരെ ഈ സൗജന്യ ഭക്ഷണ വിതരണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷകർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ ലങ്കർ എന്ന് വിളിക്കപ്പെടുന്ന ഈ സൗജന്യ ഭക്ഷണ വിതരണം ഇത് പലയിടങ്ങളിലായി ഈ കർഷക സമരം നടക്കുന്ന ട്രക്ക് ഏകദേശം 2 കിലോമീറ്ററോളം 3 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ ട്രക്കുകൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ആ ട്രക്കുകൾ ഉള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഈ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.